ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് 6ാം ക്ലാസ്സിൻ്റെ ഹിന്ദിയാണ്. 6ാം ക്ലാസ്സിലെ ഹിന്ദി ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ. ഇപ്പോൾ നിങ്ങൾ എഴുതിയ ക്രിസ്മസ് എക്സാം, സെക്കൻഡ് ടേം എക്സാം, ആ ക്രിസ്മസ് എക്സാമിൻ്റെ ആൻസർ കീ ആണ് ഹിന്ദിയുടെ. ഹാഫ് ഇയർലി എക്സാമിൻ്റെ ആൻസർ കീ ആണ് നമ്മളിതിൽ നോക്കാൻ പോകുന്നത്. 6ാം ക്ലാസ്സിൻ്റെ ആണ്, കേരള സിലബസ് ആണ്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാ ഉത്തരങ്ങളും നമ്മളിതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. നമുക്ക് നോക്കാം. ആദ്യം തന്നെ തന്നിരിക്കുന്നത് സൂചന, ബാദൽ കവിതയ്ക്ക് ഈ പങ്ക്തിയാം പടേ ഓർ പ്രശ്നോക്ക് ഉത്തർ ലിഖേം. ബാദൽ എന്ന കവിതയിലുള്ള ലൈൻസ് ആണ് തന്നിരിക്കുന്നത്. അത് വായിച്ചിട്ട് ആൻസർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം വരുന്നത് ബാദൽ കോ കോൺ ചംകാത്തി ഹെ ആണ്. ഞാൻ ഇവിടെ തന്നെ ആൻസർ മാർക്ക് ചെയ്തിട്ടുണ്ട് പലതിൻ്റെയും, അപ്പോൾ അത് പറയാം. ബാദൽ കോ കോൺ ചംകാത്തി ഹെ, ആൻസർ വരുന്നത് ബിച്ചലി ആണ് കേട്ടോ. അടുത്ത ക്വസ്റ്റ്യൻ, മേഘ കെ ലിയെ കവിത മേ പ്രയുക്ത ശബ്ദ ലിഖേ. മേഘം എന്ന് വരുന്നതിൻ്റെ പോയട്രിയിലുള്ള വേർഡ് ഏതാ? ബാദൽ. മേഘം തന്നെയാണ് കേട്ടോ, ബാദൽ. അടുത്തത്, കവിതാം സെ ഈ ആശയവാലി തീൻ പങ്ക്തിയാൻ ചുൻകർ ലിഖേ. കവിതയിൽ നിന്ന് ഈ ആശയം, താഴെ തന്നിരിക്കുന്ന ഈ 3 ആശയം വരുന്ന സെന്റൻസ്, പോയറ്റിക് ലൈൻസ് എടുത്തെഴുതാനാണ്. അപ്പോൾ ഇതിൽ നൻഹെ ജൽ കണോം സെ ബാബ് ബൻതി ഹെ, ബാബ് സെ ബാദൽ ബൻതാ ഹെ और डंडा होने पर बादल बरसता है. ഇത്രയാണ്. അപ്പോൾ ഇത് വരുന്നത് നമുക്ക് നോക്കാം. ആൻസർ ഇതാണ്. नन्हे जलकन गए बाप बन, उसी बाप ने ढंडक पाई, बादल बरसे बरसा आई ആണ്. 2 ए सूचना, मिले सबको कविता का ये अंश पढ़े और प्रश्नों के उत्तर लिखे ആണ്. മിലേ സബ്കോ കവിതയുടെ ലൈൻസ് തന്നിട്ടുണ്ട്. അത് വായിച്ചതിന് ശേഷം ആൻസേഴ്സ് എഴുതാനാണ്. ചോദ്യം എന്താ? കവിത സെ മിട്ടി കാ വിശേഷ ശബ്ദ് ക്യാ ഹെ? ദോടിയാണ്. മിട്ടീനെ വിശേഷിപ്പിച്ചിരിക്കുന്ന സൗണ്ട് ദോടിയാണ് കേട്ടോ. ഇതാണ് ആൻസർ. പ്രസ്താവ് പഠേ ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ എന്നാണ്. അപ്പം നമുക്ക് ഇവിടെ 4 പ്രസ്താവനകൾ തന്നിട്ടുണ്ട്. ആ 4 എണ്ണവും വായിച്ച് ശരിയായത് ഏതാണെന്നാണ് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. ആൻസർ ഇതാണ് കേട്ടോ. ആയും ഈയുമാണ് ശരി. അതായത് ഉഗ്നേക്കേ ലിയേ മിട്ടി നെഹി ചാഹിയേ, ആ എന്നുള്ളത് അല്ല, സോറി ഇതല്ല, ഇത് കേട്ടോ, ഇതാണ് ശരി, ആ ആണ് ശരി. गिलने के लिए हवा और धूप चाहिए और उगने के लिए मिट्टी चाहिए. ആയും ഈയും ശരിയാണ്. ആൻസർ ഇതാണ് കേട്ടോ, തേർഡ്. അടുത്ത സഹി മിലാൻ കരയാണ്. ഗിൽനെ കെ ലിയെ ഹവ और धूप चाहिए, പക്കനെ കെ ലിയെ ആഗ് ചാഹിയെ, ഉഗ്നെ കെ ലിയെ മിട്ടി ചാഹിയെ. അപ്പോൾ ഇത്രയും ആൻസേഴ്സ് കഴിഞ്ഞു. നെക്സ്റ്റ് വരുന്നത് 2B, മീഠ സന്തര സംസ്മരൺ കാ യേ അംശ പഠേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖയാണ്. അപ്പം മീഠ സന്തര വായിച്ചിട്ട് ആൻസർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം ഗുമട്ടി കെ നിയമിത് ഗ്രാഹക് കോൻ തേ? സ്കൂൾ ബच्चे. പ്രസ്താവ് പഠേ ഓർ സഹി വികൽപ്പ് ചുൻകർ ലിഖേ. ഈ 4 സെന്റൻസസ് തന്നിട്ടുണ്ട്. ഏതാണ് ശരിയെന്ന് എഴുതണം. ആയും ഈയുമാണ് ശരി. അതായത് ആദ്യത്തെ ഇതാണ്. ലേഖക് മൽക്കി ഹിൽസ് മേ രഹത്തെ തെ. ഈ എന്താ? ലേഖക് മൽക്കി ഹിൽസ് മേ നഹി രഹത്തെ തെ. ഇതിൻ്റെ ആൻസർ ഒരു മിനിറ്റ് ഒന്ന് വായിച്ചിട്ട് ഇതിൽ നമുക്ക് അതിൻ്റെ ആൻസർ നോക്കാം. मैं जब भी शिलोंग में बिताए दिनों को याद करता हूँ तो मुझे बूटी कांग याद आती है. वहाँ मैं मल्की हिल्स में रहता था. वह हमारे घर के पास ही छोटी सी गुमड़ी में बैठी मौसमी फल बेचती थी. संतरे, केले, प्लम, पाइनएप्पल व उबले शकरकंद, बिस्किट, चॉकलेट व पिपरमिंट. स्कूली बच्चे उसके नियमित ग्राहक थे. അപ്പോൾ ഇവിടെ ലേഖക് മൽക്കി ഹിൽസ് മേ ശരിയായിട്ടുള്ളത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ലേഖക് മൽക്കി ഹിൽസ് മേ രഹത്തെ തെ. लेखक को बूटी कांग याद नहीं आती है. लेखक को बूटी कांग याद आती है. लेखक मल्की हिल्स में नहीं रहते थे. അപ്പോൾ ഇവിടെ ലേഖക് മൽക്കി ഹിൽസ് മേ രഹത്തെ തെയും അതേപോലെ ലേഖക് കോ ബൂട്ടി കാങ്ക് യാദ് ആത്തി ഹെ. ഇത് രണ്ടുമാണ് ശരി. ശരി തന്നെയാണ് പറഞ്ഞത്. ഞാനൊന്ന് ചെക്ക് ചെയ്തു എന്നേ ഉള്ളൂ. അടുത്തത് സഹി മിലാൻ കരയാണ്. ആൻസർ മൗസമി ഫൽ, ഉബലെ ശക്കർകന്ദ്, ബൂട്ടി കാങ്ക്. അടുത്തത് നമുക്ക് വരുന്നത് 3ാമത്തെ ചോദ്യം, ഗണ്ട് പടേ ഓർ പ്രശ്നോം കെ ഉത്തർ ലിഖയാണ്. തന്നിരിക്കുന്നത് വായിച്ച് ആൻസർ ചെയ്യാനാണ്.
कचरा मुक्त केरल एक अभियान है जिसका उद्देश्य केरल को कचरे से मुक्त बनाना है. हरित कर्मसेना इससे जुड़ी है. അപ്പോൾ ക്വസ്റ്റ്യൻ हमारे घर में പ്ലാസ്റ്റിക് കച്ചറ लेने के लिए कौन आते हैं? നമ്മുടെ വീടുകളിൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുക്കാൻ ആരാ വരാറ്? ഹരിത കർമ്മസേന അല്ലെ. അപ്പോൾ അതിലുണ്ട് ആൻസർ. രണ്ടാമത്തെ കച്ചറ മുക്ത് കേരൾ സന്ദേശ് ദേത്തെ ഹുए പോസ്റ്റർ തയ്യാർ കരെ. അപ്പോൾ മാലിന്യമുക്ത കേരളം, കച്ചറാമുക്തി കേരളം എന്നുള്ളതിനൊരു സന്ദേശത്തിന് പോസ്റ്ററാണ്. ആ പോസ്റ്ററാണ് എഴുതിയിരിക്കുന്നത്. നമ്മളൊരു ഹെഡിങ് കൊടുക്കുക, ഒരു പിക്ചർ നിങ്ങൾക്ക് വേണമെങ്കിൽ വരച്ചു കൊടുക്കാം കേട്ടോ. ഇവിടെ പിക്ചറും ഒന്നും ഉൾപ്പെടുത്തിയിട്ടില്ല. സ്വച്ഛ് और सुंदर केरल, कचरा मुक्त केरल, हरित कर्म सेना के साथ प्लास्टिक हटाओ, पर्यावरण बचाओ. ഇതാണ് പോസ്റ്റർ. നെക്സ്റ്റ് നാലാമത്തെ ചോദ്യം, ഈ ചിത്ര ദേഖി ആ പ്രശ്നോം കെ ഉത്തർ ലിഖിയാണ്. ചിത്രം നോക്കിയിട്ട് ഉത്തരം തരാനാണ്. ആദ്യത്തെ ക്വസ്റ്റ്യൻ ചിത്ര ദേക്കർ വിവരൺ തയ്യാർ കരയാണ്. ചിത്രം നോക്കിയിട്ട് ഒരു വിവരണം. അപ്പോൾ ആ വിവരണം ആദ്യം വായിക്കാം. चित्र में एक सब्जी और फल की दुकान दिखाई गई है. दुकान के बोर्ड पर सब्जी और फल लिखा है. एक आदमी दुकान चला रहा है और सब्जियां और फल बेच रहा है. एक महिला और दो बच्चे दुकान पर खरीदारी करने आए हैं. दुकान में कई तरह की सब्जियां और फल रखे हुए हैं. അപ്പോൾ ഇത്രയാണ് ഇതിൻ്റെ വിശേഷണം. അടുത്ത ക്വസ്റ്റ്യൻ, സബ്ജി കാ നാം ചുൻകർ ലിഖിയാണ്. തന്നിരിക്കുന്നതിൽ വെജിറ്റബിളിൻ്റെ പേരാണ്, അത് ബൈങ്കനാണ് കേട്ടോ. 5A ആണ്. മീഠ സന്തറിൽ നിന്നുള്ള ഭാഗമാണ് തന്നിരിക്കുന്നത് വായിക്കാൻ. അത് വായിച്ച് താഴെ തന്നിരിക്കുന്നതിന് ആൻസർ എഴുതണം. അപ്പം നമുക്ക് ആദ്യം തന്നെ നോക്കാം. ആദ്യത്തെ ക്വസ്റ്റ്യൻ, കിത്തനെ സാൽ ബാദ് ലേഖക് ഷിലോങ് വാപ്പസ് ആയെന്നാണ്. എത്ര വർഷം കഴിഞ്ഞിട്ടാണ് ലേഖകൻ ഷിലോങ്ങിലേക്ക് തിരിച്ചെത്തിയതെന്നാണ്. നോക്കിക്കോളൂ. ലഗ്ഭഗ് 20 സാൽ ബാദ് മേ ഫിർ ഷിലോങ് ഗയ. അതാ ഇതിൽ തന്നെ ഉണ്ട് 20 സാൽ, 20 വർഷങ്ങൾക്ക് ശേഷം. അടുത്ത സംസ്മരൺ കെ അംശ കെ ആധാർ पर വാക്യം को क्रमबद्ध करके लिखिയാണ്. ഇത് വായിച്ചിട്ട് സെന്റൻസ് ആദ്യം ഏതാ, രണ്ടാമതേതാ, മൂന്നാമതേതാ, നാലാമതേതാന്ന് എഴുതണം. നമുക്കിത് വായിച്ചുകൊണ്ട് തന്നെ അത് പറയാം. ആദ്യം വരുന്നത് 20 സാൽ ബാദ് ആണ് അല്ലേ. അപ്പോൾ അത് വരുന്നത് ഏതാ, ഇതാണ് ആദ്യം വരിക. ഫസ്റ്റ് വരുന്നത് 20 സാൽ കെ ബാദ് ലേഖക് ഷിലോങ് ഗയ. അടുത്തത് മുझे ഉസി ബൂട്ട് കാങ് കി യാദ് ആയി. ആ ബൂട്ടി കാങ്ങിന്റെ ഓർമ്മ വന്നു എന്നുള്ളതാണ്. അത് രണ്ടാമത് വരും. അത് ഞാൻ ഈ രണ്ടത് മാർക്ക് ചെയ്ത് തന്നെയാണ് രണ്ടാമത് എഴുതുക. 3 ഏതാണ്, ഉസെ മിൽനെ മേ ഫിർ മൽക്കി ഹിൽസ് പഹുഞ്ച. അവരെ കാണാൻ വേണ്ടിയിട്ട് വീണ്ടും എവിടേക്ക് പോയി ലേഖകൻ? മൽക്കി ഹിൽസിലേക്ക് പോയി എന്നുള്ളത് മൂന്നാമത്. ഇനി നാലാമത് വരുന്നത് ഉസി ജഗ ജഹാം വ ചോട്ടി സി ഗുമടി മേ ബൈठी हुई फल बेचती थी. दुकान तो वही थी मगर वह वृद्धा कहीं नजर नहीं आई. वह एक युवती बैठी थी. അപ്പോൾ അവിടെ ആരാണ്? ഒരു പെൺകുട്ടിയാണ് അവിടെ ഉണ്ടായിരുന്നത് അല്ലേ. ഒരു യുവതിയാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഓർഡർ കേട്ടോ. 1 2 3 4 ഓർഡറിൽ എടുത്ത് എഴുതിയാൽ നിങ്ങൾക്ക് മാർക്ക് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നെക്സ്റ്റ് വരുന്നത് അഥവാ ഉണ്ട്, ഒരു ഓർ ക്വസ്റ്റ്യൻ. അത് അല്ലെങ്കിൽ ഇത് ചെയ്യാനാണ്. അപ്പോൾ ഇതിൽ വരുന്നതും നമ്മൾ ചിത്രത്തിലുള്ളത് ഓർഡറായിട്ട് എഴുതിയാൽ മതി. ഈ ഒന്നാമത് 2 പേരും വണ്ടി ഓടിച്ച് പോകണം, അമ്മയും അതേപോലെ തന്നെ ഗുഡും. അപ്പോൾ അത് നമുക്ക് നോക്കാം. ഇതാണ് കേട്ടോ. ഞാൻ ഈ ഒന്നെന്ന് എഴുതിക്കുന്നത് നോക്കുക. സുബ ഗുഡു അല്ല, ടുക്കുനെ അപ്നി സൈക്കിൾ നിക്കാലി और അമ്മാനെ അപ്നി സ്കൂട്ടി. ഇതാണ് ഫസ്റ്റത്തെ വരുന്നത്. രണ്ടാമത് ടുക്കു വീണു അല്ലേ. അപ്പോൾ ടുക്കു വീണു എന്നുള്ളത് എന്താ, സൈക്കിൾ ഓർ ടുക്കു ദോനോ ഗിർപടെ. അടുത്തത് മൂന്നാമത് അമ്മ വീണു. അമ്മ ഓർ സ്കൂട്ടി ദോനും ഗിരി. അടുത്ത 2 പേരും ഒരുമിച്ച് സ്കൂട്ടറിൽ പോണത് അതിതാണ്. അമ്മാനെ സപ്ന ദേക്കാ വോ ടുക്കു കോ ബിട്ടായി സ്കൂട്ടി ചലാ രഹി ഹെ. 1 2 3 4 കഴിഞ്ഞല്ലോ. നെക്സ്റ്റ് വരുന്നത് സഹി പ്രസ്താവ് ചുൻകർ ലഗയാണ്. ഇതിലല്ല ഈ തന്നിരിക്കുന്നതിൽ ശരിയായത്. സ്കൂട്ടി ചലാത്തെ സമയം ഹെൽമെറ്റ് പഹനെ. സ്കൂട്ടർ ഓടിക്കുമ്പോൾ ഹെൽമെറ്റ് ധരിക്കുക എന്നുള്ളതാണ് ശരിയായിട്ടുള്ള പ്രസ്താവന. അടുത്തത് ആറാമത്തെയാണ്. ആറാമത്തെ ക്വസ്റ്റ്യനിൽ ഓക്കും ക മത്ലബ് ക്യാ ഹെ. ഓക്കുമിന്റെ മത്ലബ് എന്താണ്? ഗർ ആണ് കേട്ടോ, വീട് എന്നാണ് അർത്ഥം. അടുത്തത് ഗർ കിസ് പർ ബനായ ജാത്താ ഹെ. വീട് എന്ത് വെച്ചാൽ ചബൂത്തരേപ്പർ ആണ് കേട്ടോ. ചബൂത്തരേപ്പർ ഉയർന്ന പ്രതലത്തിലാണ് വീട് കിട്ടുക. ഗാവ് കഹാ ഹെ. ആ ഗ്രാമം എവിടെയാണ്? മാജുലിമേം. ഇതിലുണ്ട് കേട്ടോ. ഗാവ് മാജുലിമേം എന്നതിൽ തന്നെ ഉണ്ട്. അതുപോലെ തന്നെ ഓക്കുമിന്റെ മത്ലബ് ഗർന്ന് ഇവിടെ പറയുന്നുണ്ട്. പിന്നെ ചബൂത്തരെ, ഗർ എന്ത് വെച്ചാൽ ചബൂത്തരേപ്പർ ആണെന്നും അതിലുണ്ട്. ഗർ കിസ്സെ ബനായ ജാത്താ ഹെ. ബാൻസ് എന്നുണ്ട്. എന്ത് വെച്ചിട്ടാ? മുള വെച്ചിട്ട്. അടുത്തത് സഹി പ്രസ്താവാണ്. ഗർ ബാസെ ബനാ ഹെ ഇസ്ലിയെ ഗത്ര നഹി ഹെ. ഇതാണ് ഞാൻ ടിക്ക് ചെയ്തിരിക്കുന്നതാണ് ശരിയായ
സെൻറ്റൻസ്. ഓക്കെ, അപ്പോൾ 6 ക്വസ്റ്റിൻ്റെ ആൻസർ കഴിഞ്ഞു. ഇത്രയാണ് നമ്മളിതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ സബ്ജക്ട്സിൻ്റെയും ആൻസർക്ക് നമ്മുടെ ചാനലിൽ അവൈലബിൾ ആയിരിക്കും, ഇംഗ്ലീഷ് മീഡിയത്തിൻ്റെയും മലയാളം മീഡിയത്തിൻ്റെയും. അപ്പോൾ ക്ലാസ്സിൽ ഇഷ്ടപ്പെടുന്നെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് സബ്ജക്ട്സിൻ്റെയാണ് പെട്ടെന്ന് വേണ്ടത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്.